ഹലോ മക്കളെ, അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന് നമ്മുടെ കീം 2024 വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. സോ നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം www.cee.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മുടെ കീം 2024 നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വർഷത്തെ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ഫാർമസി, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും ആർക്കിടെക്ചറൽ കോഴ്സുകൾക്കും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ കീം 2024 വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കരുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ വെക്കേണ്ടത് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാം. നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് കാണാൻ വേണ്ടി പറ്റും. സോ ആ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡൗൺലോഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊടുക്കേണ്ടത്, നിങ്ങൾ ഓരോ കാര്യം ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത്, ഓരോ കാര്യങ്ങളിൽ സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെ, ഇപ്പം നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനും നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്പെസിഫിക്കേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ആ പ്രോസ്പെക്ടസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കണം. സോ ആ പ്രോസ്പെക്ടസിൽ ആദ്യം തന്നെ പറയും നമുക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു കീം എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ഒരു എക്സാം എഴുതേണ്ടത് എന്നുള്ളതാണ്. സോ ഈ ഒരു വർഷത്തെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിഫാം, അതായത് ഫാർമസി കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതേപോലെ തന്നെ ആർക്കിടെക്ചറൽ അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ് നമ്മുടെ കീം എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫാർമസി കോഴ്സുകൾക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും പോകുന്ന ആൾക്കാർ മാത്രമാണ് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ കോഴ്സുകൾക്കും പോകുന്ന ആൾക്കാർ നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്ലൈ ചെയ്തിട്ടാൽ കീമിന്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടാൽ മാത്രം മതിയായിരിക്കും. നിങ്ങൾക്ക് നീറ്റ് അല്ലെങ്കിൽ നാറ്റ കോഴ്സുകളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. റെഡിയാണ്? ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത്. സോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടതെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു പ്രോസ്പെക്ടസിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ 10th SSLCയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നേറ്റീവ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ തന്നെയാണ് ജനിച്ചത് എന്ന് പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരിക്കും, ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരിക്കും. സോ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ ഇരിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാ എക്സാമിന് പോകുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ നമുക്ക് സിഗ്നേച്ചറും ആവശ്യമുണ്ട്. സോ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ആ ഒരു സ്പെസിഫിക്കേഷന്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതീവ ശ്രദ്ധയിൽ വേണം ചെയ്യാനായിട്ട്. ബിക്കോസ് നമുക്ക് ഇതിന് ശേഷം ഒരു എഡിറ്റ് ഓപ്ഷൻ വരില്ല. നിങ്ങളിപ്പോൾ വേറെ ഏതൊരു എക്സാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ JEE ആയാലും നീറ്റ് ആയാലും നിങ്ങൾക്ക് അതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു എഡിറ്റ് ഓപ്ഷൻ നമുക്ക് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ കീമിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു എഡിറ്റ് ഓപ്ഷൻ വരില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യമായെങ്കിലും ശരി, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും കറക്റ്റ് ഡീറ്റെയിൽസ് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് നമുക്ക് പിന്നീട് ഒരു എഡിറ്റ് ഓപ്ഷൻ വരില്ല. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ ഓരോ കോഴ്സസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. നിങ്ങൾ സെന്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനിയിപ്പോൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആദ്യത്തെ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള സെന്റർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സസ് നിങ്ങൾക്ക് ഇപ്പോൾ ബിഫാമിന് മാത്രമാണോ പോകേണ്ടത്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് മാത്രമാണോ, അതോ നിങ്ങൾക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് പോകണോ, അതോ എല്ലാത്തിനും പോകണോ, ഇങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ആ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ മറക്കരുത്? കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിലേക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓരോ സമയം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഓരോ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുന്ന സമയത്തും അതീവ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഓരോ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഓരോ ഫേസിലും നിങ്ങൾക്കറിയാം നമ്മുടെ അലോട്ട്മെന്റ് ഓരോ ഫേസിലും ഉണ്ടായിരിക്കും. സോ ആ ഓരോ ഫേസിലും നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
സോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കീം 2024 അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കണ്ടു. ഇനി നമുക്ക് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ആണ്. സോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസിന്റെ സമയത്ത് നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് ഓൺലി അല്ലെങ്കിൽ ബി ഫാം ഓൺലി അല്ലെങ്കിൽ ഇത് രണ്ടിനും മാത്രം, അതായത് എഞ്ചിനീയറിംഗിനും ബി ഫാമിനും രണ്ടിനുമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് 875 രൂപയും അതേപോലെ തന്നെ SC കാൻഡിഡേറ്റ്സിന് 375 റുപ്പീസും ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നും വരുന്നില്ല. ഇനി അതല്ല, നിങ്ങൾ ആർക്കിടെക്ചർ ഓൺലി അല്ലെങ്കിൽ മെഡിക്കൽ അലൈൻഡ് കോഴ്സസിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് 625 റുപ്പീസ് ആണ്. SC കാൻഡിഡേറ്റ്സിന് 250 റുപ്പീസും ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നും വരുന്നില്ല. ഇനി നിങ്ങൾ ബോത്ത് A ആൻഡ് B, അതായത് എഞ്ചിനീയറിംഗ് കോഴ്സസിനും ഫാർമസി കോഴ്സസിനും അതല്ല ആർക്കിടെക്ചറൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനും ഇത് രണ്ടിനും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 1125, അതുപോലെ തന്നെ SC കാൻഡിഡേറ്റ്സിന് 500ഉം ST കാൻഡിഡേറ്റ്സിന് നമുക്ക് ഫീസ് ഒന്നും വരുന്നില്ല. ഇനി നിങ്ങൾക്ക് ദുബായ് ആണ് നിങ്ങൾ സെന്റർ ആയിട്ട് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, ദുബായ് എക്സാമിനേഷൻ സെന്റർ ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫീസിന് പുറമെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 15,000 രൂപ കൂടെ എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമുക്ക് കേരളത്തിന് പുറമെ നമുക്ക് സെന്റേഴ്സ് വരുന്നത് ദുബായ്, മുംബൈ ആൻഡ് ന്യൂഡൽഹി എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സെന്റർ ചൂസ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനോട് ഏറ്റവും അടുത്ത് എവിടെയാണോ അവിടേക്ക് വേണം നിങ്ങൾ സെന്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? നിങ്ങൾ ഇനി രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 5 സ്റ്റെപ്പാണ്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ആണ്. സോ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഒരാൾ ഒരു തവണ മാത്രമാണ് കീം 2024 രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ പോസിബിൾ അല്ല, അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തവണയാണ് ഒരു കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. സോ നിങ്ങൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്തതിന് ശേഷം OTP വരും. ദെൻ അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ആണ്. സോ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ പ്രോസ്പെക്ടസ് ഫുള്ളായിട്ട് വായിച്ചതിന് ശേഷം അതിനനുസരിച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം, അതായത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ലാസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും അടിച്ചതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ വരില്ല. അവിടെ നിങ്ങൾക്ക് പിന്നെ ഒരു മാറ്റങ്ങളും വരുത്താനായിട്ട് സാധിക്കില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായി ശ്രദ്ധിച്ചതിന് ശേഷം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ്. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ഏത് കാറ്റഗറിയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ ഫീസ്, നിങ്ങൾ ഏതൊക്കെ കോഴ്സിനാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്തുക. ദെൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാവർക്കും ഉണ്ടായിരിക്കും, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ ആൻഡ് നമ്മുടെ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. SSLC, ഡേറ്റ് ഓഫ് ബർത്ത്, നേറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നേറ്റീവ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ വേണ്ടവർക്ക് നോൺ ക്രീമി ലെയർ, അതുപോലെ തന്നെ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ SC കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ST കാറ്റഗറിയിൽ വരുന്നവർക്ക് അവർക്ക് അവരുടേതായ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. സോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രോസ്പെക്ടസ് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം. റെഡി? ഇനി അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ്. സോ ഇതെല്ലാം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 17th April ആണ്. ആൻഡ് നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഡേറ്റ് ആണ് 24th വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, 17th April തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ, നാളെ എന്ന് വെച്ചിട്ട് നിങ്ങൾ നീട്ടിപ്പോയരുത്. നിങ്ങൾക്ക് ഓരോ സർട്ടിഫിക്കറ്റ്സും കിട്ടാനായിട്ട് ചിലപ്പോൾ ചില സമയം എടുത്തു എന്ന് വരും. ചിലപ്പോൾ നമ്മുടെ നേറ്റീവ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് വില്ലേജ് ഓഫീസിൽ പോകേണ്ടി വരും. നോൺ ക്രീമി ലെയറിന് നമുക്ക് ചിലപ്പോൾ വില്ലേജ് ഓഫീസിൽ പോകേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് സമയം നമുക്ക് എടുത്തു എന്ന് വരും. സോ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഡേറ്റ് തീരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. സോ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പക്ക ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. നമുക്ക് കീം 2024 അടിപൊളിയായിട്ട് എഴുതാം.